കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല പനിയും കഫക്കെട്ടും ദേഹത്ത് വേദനയും തലവേദനയും ഒക്കെ ആയിട്ട് കഷ്ടപ്പെട്ട ദിവസങ്ങളായിരുന്നേ. ഞാൻ ഈ ഷെഡിനകത്തോട്ട് വരികയോ എന്തെങ്കിലും പണികൾ ചെയ്യുകയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് എനിക്ക് ക്ഷീണമായിരുന്നു. ഞങ്ങളുടെ സുട്ടു മോൻ്റെ പനിയാണ് എന്നെ കയറി ബാധിച്ചത്. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപോവുകയും ചെയ്ത് അതിൻ്റെ ഒരു വിഷമവും എല്ലാം ആയിട്ട് ഒരാഴ്ച ഇങ്ങനെ അങ്ങ് കടന്നുപോയി കേട്ടോ. അപ്പോൾ ഓരക്കുടിലേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നല്ല പണി കിടക്കുന്ന തൂത്തുവാരുകയോ വൃത്തിയാക്കുകയോ ഒന്നും ചെയ്യാതെ മൊത്തത്തിൽ അലങ്കോലമായി കിടക്കുകയായിരുന്നേ. ഞാൻ പിന്നെ പെട്ടെന്ന് ആദ്യം ചൂലെടുത്തിട്ട് അവിടെ എല്ലാം അടുക്കി ഒതുക്കി, എൻ്റെ പാത്രങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നിരന്ന് കിടക്കുകയായിരുന്നു. എല്ലാം അടുക്കി ഒതുക്കി കൃത്യമായിട്ട് യഥാസ്ഥാനത്ത് വെച്ചിട്ട് ആദ്യം ചൂലെടുത്തുകൊണ്ട് വന്ന് എല്ലായിടും അടിച്ച് വാരി തൂത്തുവാരി വൃത്തിയാക്കി കേട്ടോ. പിന്നെയും പണി വീണ്ടും ഒരുപാട് ഇങ്ങനെ ബാക്കി കിടക്കുകയായിരുന്നു. മുറ്റമൊക്കെ തൂത്തുവാരാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കാട് കയറിയിട്ട് ഈ ചുറ്റിനും ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇല വീണുകൊണ്ടേയിരിക്കുവേ. അവിടെ എല്ലാം പിന്നെ വൃത്തിയാക്കി, ഞാൻ നല്ല വൃത്തിയാക്കിയിട്ട് മൊത്തത്തിൽ എനിക്ക് അപ്പോഴാണ് സത്യത്തിലൊരു സമാധാനം ഒരു സംതൃപ്തിയൊക്കെ വന്നത് കേട്ടോ. കാരണം കുറേ ദിവസമായിട്ട് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുകയായിരുന്നല്ലോ. പിന്നെയും നോക്കിയപ്പോൾ വീണ്ടും കുറേ പണികൾ കിടക്കുന്ന പാത്രങ്ങളെല്ലാം കുറേ ദിവസമായത് കുറച്ച് മുറ്റത്ത് കിടക്കുമായിരുന്നേ. അപ്പോൾ ഈ മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊക്കെ തെറിച്ച് ഇങ്ങനെ പാത്രത്തിലൊക്കെ പറ്റി ഇങ്ങനെ ഉണങ്ങി പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനി ഇതൊക്കെ കഴുകി വെളുപ്പിച്ച് വൃത്തിയാക്കി എടുക്കണം എന്നുള്ള നല്ല അധ്വാനം വേണ്ടി വരും കേട്ടോ. എനിക്ക് വയ്യ, എൻ്റെ പൂർണ്ണമായിട്ട് എനിക്ക് പനി വിട്ടുമാറിയിട്ടൊന്നും ഇല്ലായിരുന്നേ. എങ്കിലും അതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കാനായിട്ട് നന്നായിട്ട് പാടുപെട്ടു കേട്ടോ. കണ്ടില്ലേ, എല്ലാ പാത്രത്തിലും മണ്ണൊക്കെ തെറിച്ച് മൊത്തത്തിൽ വൃത്തികേടായിട്ടിരിക്കുകയാണ്. എല്ലാം കുറേ നേരം പണിപ്പെട്ട് ഞാനതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെയും വീണ്ടും പണിയാണ്, ആവശ്യത്തിനധികം പണിയുണ്ട്. കാരണം ഒരാഴ്ച സുഖമില്ലാതെ ഒരു കിടപ്പല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പണികളെല്ലാം തന്നെ അങ്ങനെ കിടക്കുകയാണ്, ബാക്കിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കുറേ തുണികൾ ഒരാഴ്ച കൂടുതലുള്ള തുണികളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂടി അവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ അതെല്ലാം എടുത്തുകൊണ്ട് വന്നു. കുറേ എടുത്ത് ഞാൻ ഞങ്ങളുടെ വാഷിംഗ് മെഷീനിലിട്ട്, ഞാൻ കുറേ എൻ്റെ നൈറ്റികളും അതുപോലെ കട്ടി തുണികളും എല്ലാം എടുത്ത് ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി. എന്നിട്ടും വീണ്ടും കുറേ തുണികൾ, അതായത് ചുരിദാർ അതുപോലെയുള്ള കൊച്ചു തുണികളെല്ലാം കുറേ ബാക്കി വന്നേ. എൻ്റെയും പിള്ളേരുടെ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്ന് പിന്നെ സോപ്പ് മുക്കി കുറേ നേരം വെച്ച്, നമുക്ക് പൈപ്പിൽ വെള്ളം വരുന്ന ദിവസം മാത്രമേ ഈ തുണികൾക്കൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. നമുക്ക് ലൈനിൽ വെള്ളം അത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ വെള്ളം കിട്ടുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് പരമാവധി പാത്രങ്ങളിലൊക്കെ പിടിച്ച് ശേഖരിച്ച് വെക്കണം. ടാങ്ക് 3-4 ടാങ്ക് ഉണ്ട്. അതിലൊക്കെ വെള്ളം പിടിച്ച് നമ്മൾ ഈ ഒരാഴ്ച കടന്നു പോകാനുള്ള വെള്ളം എല്ലാം പിടിച്ച് സേവ് ചെയ്ത് വെക്കും കേട്ടോ. ആദ്യം ഞാൻ അതെല്ലാം മുക്കി സോപ്പെല്ലാം മുക്കി വെച്ച് കുറേ നേരം വെച്ച് അതിന് ശേഷമാണ് പിന്നീട് ചെന്ന് ഓരോന്ന് അലക്കി. കാരണം വെയിൽ പോകുന്നതിന് മുമ്പ് ഇതെല്ലാം അലക്കിയിട്ടുണ്ട്. ഇത്രയും ജോലിയെല്ലാം ചെയ്ത് വന്ന ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എല്ലാം കഴുകി ഉണക്കി മടക്കി എല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് കുറച്ച് ചോറെടുത്ത് കഴിക്കാനായിട്ട് നോക്കുന്നത് കേട്ടോ. രാവിലെ ഒരു സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ട് തോരനുണ്ടായിരുന്നേ. ബീട്രൂട്ട് തോരനും കൂടാതെ കുറച്ച് തൈരിനകത്ത് കുറച്ച് പച്ചമുളകും ചുമന്നുള്ളിയൊക്കെ ചതച്ചിട്ട തൈരും ഉണ്ടായിരുന്നു. പിന്നെ ഒരു അയല പീസ് വറുത്തതിൻ്റെ ഉണ്ടായിരുന്നു. ഇത്രയും ചേർത്തായിരുന്നു എൻ്റെ ഊണെന്ന് പറയുന്ന ഊണിൻ്റെ സമയത്തൊന്നുമല്ല ഞാൻ ഓടെടുത്ത് കഴിക്കുന്നത് കേട്ടോ. പണികളെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ മണി 3-3:30-4 മണി ആവാറായി കേട്ടോ. അപ്പോഴാണ് ചോറെടുത്ത് കഴിക്കാനായിട്ടുള്ള അപ്പോഴത്തേക്കാണ് എനിക്ക് സമയം കിട്ടിയത് സത്യം പറഞ്ഞാൽ. പിന്നെ കഴിച്ച് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തു. അത്രയായിരുന്നു ഇന്നത്തെ പരിപാടികളൊക്കെ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.